ഭക്ഷണം കഴിക്കുന്നത് ഇനി പറയുന്ന 3 വിധത്തിലാണെങ്കിൽ അതൊരു ഈറ്റിംഗ് ഡിസോർഡർ ആകാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നാമത്തേത് അനോറക്സിയ നെർവോസ എന്ന് പറയും. ഭക്ഷണത്തോട് തീരെ മടുപ്പ് തോന്നുന്ന ഒരവസ്ഥയാണിത്. അതായത് ഭക്ഷണം വേണ്ട, എനിക്ക് വിശപ്പില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. അനാരോഗ്യകരമായിട്ടുള്ള ഡയറ്റും ഒക്കെ എടുത്തുകൊണ്ട് ശരീരഭാരം ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അവരുടെ ശരീരം ഭയങ്കരമായിട്ട് വണ്ണം വെച്ചായിരിക്കുന്നത്, ശരീരഭാഗങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് തന്നെ വ്യക്തമായ ഒരു ധാരണയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കുന്ന ബോഡി ഷെയ്മിങ് ഒക്കെ ഭയങ്കരമായിട്ട് മനസ്സിലെടുത്തിട്ട് അങ്ങനെ ഭക്ഷണം വേണ്ട, തീരെയും വേണ്ട, നീ അഥവാ കഴിച്ചാൽ തന്നെ ഛർദ്ദിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ചെയ്യും. രണ്ടാമത്തേത് ബുളീമിയ നെർവോസ എന്ന് പറയും. കാളയുടെ വിശപ്പ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. അതായത് ഇവര് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കും. അതെന്തുകൊണ്ടാ? ശരീരം മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് വണ്ണം വെക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് അവർക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഉള്ളതൊക്കെ എടുത്തങ്ങ് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും. ഒരു നിരാശയിൽ നിന്നാണ് ഇവർക്ക് ഈ ഒരു പ്രവണത ഉണ്ടാക്കുന്നത് കേട്ടോ. മൂന്നാമത്തത് ബിഞ്ച് ഈറ്റിംഗ്, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന, അമിത ഭോജനം എന്ന് പറയും. അതായത് ഒരു ദിവസം കഴിക്കേണ്ടതൊക്കെ ഒറ്റ നേരം കൊണ്ട് കഴിച്ചാലും പിന്നെയും വിശപ്പായിരിക്കും. ഇതെല്ലാം സ്ട്രെസ്സിനെ ഒക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതെന്ന് പറയും. അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം കാരണം, അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ കളിയാക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ ഒരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂസ് തന്നെയാണ്. ഇതൊന്നും ഈറ്റിംഗ് ഹാബിറ്റ് ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് മാറ്റിയെടുക്കുക. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യകരമെന്ന് തോന്നുന്ന ശീലങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടുക.